ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും IT ബൈ ശരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളുടെ വീഡിയോ സീരീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ട്യൂട്ടോറിയൽ സീരീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വിൻഡോസ് 11 അതുപോലെ തന്നെ MS ഓഫീസിൻ്റെ സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ആദ്യം പോയി കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുവാൻ പോകുന്നത് ഡെസ്ക്ടോപ്പ് ഐക്കണിൻ്റെ സൈസ് എങ്ങനെ വലുതാക്കാം, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ ഐക്കൺസ് എങ്ങനെ അറേഞ്ച് ചെയ്യാം, പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൈ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ ഫയലുകൾ എങ്ങനെ നല്ല രീതിയിൽ പല രീതിയിൽ വ്യൂ മാറ്റിക്കൊണ്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളത് നോക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ തന്നെ വരുന്നുള്ള ഐക്കണുകളും എങ്ങനെ സോർട്ട് ചെയ്യാം എന്നുള്ളതും നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസിൻ്റെ വലിപ്പം എങ്ങനെ കൂട്ടാം കുറയ്ക്കാം എന്ന് നോക്കാം. അതിന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മൗസിൻ്റെ രണ്ട് ബട്ടൺ, നിങ്ങൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടൺ നടുക്കിലൊരു വീലുണ്ടായിരിക്കും മൗസിന്. ആ വീൽ നിങ്ങൾ തിരിക്കുക. ആ വീൽ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു വശത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഐക്കൺസ് വലുതാവുന്നതും ഒരു വശത്തേക്ക് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് ചെറുതാകുന്നതും കാണാവുന്നതാണ്. ഈ വഴിക്ക് നിങ്ങൾക്ക് ഐക്കൺസിനെ വളരെ വലുതാക്കാൻ പറ്റും, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ആക്കാൻ പറ്റും, അതുപോലെ തന്നെ വളരെ ചെറിയ സൈസും ആക്കുവാൻ പറ്റും. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു വഴി എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വ്യൂ കിട്ടും. ആ വ്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും, ലാർജ് ഐക്കൺ, അതുപോലെ തന്നെ സ്മോൾ ഐക്കൺ, അതുപോലെ തന്നെ മീഡിയം ഐക്കൺ എന്ന ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഡെസ്ക്ടോപ്പിലെ ഐക്കൺസിൻ്റെ വലുപ്പം മാറി വരുന്നതായിരിക്കും. ഇനി അതിൻ്റെ സൈഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ, ആ മെനുവിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് കട്ടുകൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ Ctrl+Shift+2, Ctrl+Shift+3, Ctrl+Shift+4 എന്നീ ഷോർട്ട് കട്ടുകൾ, കീബോർഡ് ഷോർട്ട് കട്ടുകൾ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കീബോർഡ് ഷോർട്ട് കട്ടുകൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഐക്കണിൻ്റെ വലിപ്പം മാറ്റുവാനും കുറയ്ക്കുവാനും കൂട്ടുവാനും കഴിയുന്നതായിരിക്കും. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ Ctrl+Shift+3 ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. അത്ര ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഐക്കൺസ് ആണ് ഡെസ്ക്ടോപ്പിൽ ഉണ്ടാകുന്നതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ഇനി ആ മെനുവിൽ തന്നെ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാവുന്നതാണ് 3 വേറെ ഓപ്ഷൻ കൂടി കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഓട്ടോ അറേഞ്ച് ഐക്കൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അലൈൻ ഐക്കൺസ് ടു ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ മൂന്നാമതായിട്ട് വരുന്നതാണ് ഷോ ഡെസ്ക്ടോപ്പ് ഐക്കൺസ്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത് ഈ ഐക്കൺസ് ഓട്ടോ അറേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിസേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഡെസ്ക്ടോപ്പിലെ ഐക്കൺസ് പല രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ റിഫ്രഷ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഐക്കൺസ് ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ആവുന്നില്ല, കാരണം അത് ഓപ്ഷൻ ഡിസേബിൾ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. റിഫ്രഷ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. റിഫ്രഷ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് എടുക്കുകയാണ്, സിസ്റ്റത്തിൻ്റെ റേറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഓട്ടോ അറേഞ്ച് പോയി ക്ലിക്ക് ചെയ്യുകയാണ്. ഓട്ടോ അറേഞ്ച് പോയി ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ്, എല്ലാതും ഓട്ടോമാറ്റിക്കലി, എൻ്റെ ഐക്കൺസ് എല്ലാം ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ആയി വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം ഞാൻ എൻ്റെ ഈ ഐക്കണുകൾ എവിടേക്കെങ്കിലും ഡെസ്ക്ടോപ്പിൽ വേറെ സ്ഥലത്തേക്ക് തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് തിരിച്ചു പോയി ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മളത് പോയിട്ട് ഡിസേബിൾ ചെയ്ത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസ് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇടാവുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്ന ഓപ്ഷനാണ് അലൈൻ ഐക്കൺസ് ടു ഗ്രിഡ്. അലൈൻസ് ഐക്കൺസ് ടു ഗ്രിഡ് എന്ന് പറയുന്നത് ഓണായിട്ടായിരിക്കും ഇപ്പോൾ എടുക്കുന്നത്. അത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഐക്കണും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മറ്റൊരു ഐക്കണിൻ്റെ തൊട്ട് മുകളിലേക്ക് വരെ ഒക്കെ എത്തിക്കുവാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഐക്കണുകളെല്ലാതും കൂടി കൂട്ടമായി കട്ട പിടിച്ച് കിടക്കുന്നത് വളരെ നല്ല ഒരു വ്യൂ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അലൈൻ
ഐക്കൺസ് ടു ഗ്രിഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഗ്രിഡ് ലെവലിൽ ഇത് നല്ല രീതിയിൽ അലൈൻമെൻറ്റ് ഐക്കൺസിൻ്റെ അലൈൻമെൻറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് ഷോ ഡെസ്ക്ടോപ്പ് ഐക്കൺ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ അത് ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടായിരിക്കും, അതായത് എനേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് എനേബിൾ ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ ഐക്കൺസ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി അത് നമ്മൾ അൺടിക്ക് ചെയ്യുകയാണ്, അതിന് ടിക്ക് മാർക്ക് മാറ്റുകയാണെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസ് എല്ലാം ഇൻവിസിബിൾ ആവും, അത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പോയിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിലെ വാൾപേപ്പറിലുള്ള പടം മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൊഫഷണലായിട്ട് ഈ ഐക്കൺസിനെ ഹൈഡ് ചെയ്ത് വയ്ക്കുവാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PC കുറച്ച് അല്പം ഒന്ന് സ്പീഡ് ആക്കുവാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ഐക്കൺസിൻ്റെ വ്യൂവും അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ വിസിബിലിറ്റിയും നമ്മൾ മാറ്റുക. ഇനി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഓപ്ഷൻസ് തന്നെ നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി ഉപയോഗിക്കാം. അത് വരുന്നത് നമ്മളുടെ ദിസ് പി സിയിൽ നമ്മൾ പോവുകയാണ്, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ കണ്ട ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടതിനേക്കാൾ കൂടുതൽ ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ലാർജ് ഐക്കൺ ആക്കുവാൻ കഴിയും, അതുപോലെ തന്നെ ലാർജ് ഐക്കൺ ആക്കുവാൻ കഴിയും, അതുപോലെ തന്നെ മീഡിയം ഐക്കൺ ആക്കുവാൻ കഴിയും, അതുപോലെ തന്നെ സ്മോൾ ഐക്കൺസ് ആക്കുവാൻ കഴിയും. ഇനി അടുത്തതായിട്ട് ഈ വ്യൂ തന്നെ നമുക്ക് ലിസ്റ്റ് വ്യൂവിലാക്കി ലിസ്റ്റ് വ്യൂ പോലെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തായിട്ട് ഓപ്ഷൻ വരുന്നത് ഡീറ്റെയിൽസ് ആണ്. ആ ഡീറ്റെയിൽസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സ്റ്റോറേജിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ആയിട്ട് എത്ര സൈസാണ് വരുന്നതെല്ലാം ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ ടൈൽസ് രൂപത്തിലാക്കിയിട്ട് നമ്മളുടെ മൈ PCയിലുള്ള ഐറ്റംസ് എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം കണ്ടൻറ്റ്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്ത് കണ്ടൻറ്റാണോ ഉള്ളത്, നമ്മൾ അതിലിപ്പോൾ വീഡിയോ കണ്ടൻറ്റ് ആണെങ്കിൽ ആ വീഡിയോ കണ്ടൻറ്റിൻ്റെ ഒരു ചെറിയ പ്രിവ്യൂ, അതുപോലെ തന്നെ ഇമേജ് ആണെങ്കിൽ ഇമേജിൻ്റെ ഒരു പ്രിവ്യൂ, ആ രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എനിക്ക് ഈ വ്യൂവിൽ ഇഷ്ടമുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ടൈൽസ് വ്യൂ ആണ്. അതിൽ നല്ല രീതിയിൽ നമുക്ക് ടൈൽസ് വ്യൂവിൽ നല്ല രീതിയിൽ ടൈൽസ് പോലെ തന്നെ നല്ല രീതിയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഈ ടൈൽസ് വ്യൂവിൽ നമുക്ക് അത് ഗ്രൂപ്പുകളാക്കി കാണിച്ചു തരും. ഇപ്പോൾ ഫോൾഡേഴ്സ് ആണെങ്കിൽ ഫോൾഡേഴ്സ്, അതുപോലെ തന്നെ ഡിവൈസ് ആൻഡ് ഡ്രൈവേഴ്സ് ആണെങ്കിൽ അത് ആ രീതിയിൽ ഗ്രൂപ്പാക്കി കാണിച്ചു തരും. നെറ്റ്വർക്ക് ലൊക്കേഷൻ ആണെങ്കിൽ അത് ആ ഗ്രൂപ്പാക്കി കാണിച്ചു തരും. അപ്പോൾ ആ ഗ്രൂപ്പിനെ നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുവാനും കൊളാപ്സ് ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട്. ഇനി നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഒരുപാട് ഐക്കൺസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കും. അതെങ്ങനെയാണ് സോർട്ട് ചെയ്യുവാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. ഡെസ്ക്ടോപ്പിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് സോർട്ട് ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അതിൽ നമുക്ക് സോർട്ട് ബൈ നെയിം എന്ന ഓപ്ഷൻ, നെയിം വെച്ച് സോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ സൈസ് വെച്ചിട്ട് സോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഐറ്റമിൻ്റെ ടൈപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ സോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്നാണ് മോഡിഫൈ ചെയ്തത്, ഡേറ്റ് ഓഫ് മോഡിഫൈഡ് വെച്ചിട്ട് നമുക്ക് ഐക്കൺസുകളെ സോർട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഡെസ്ക്ടോപ്പിൽ ചെയ്ത ഈ സോർട്ടിങ് സെയിം ഓപ്ഷൻ തന്നെ നമ്മൾ ദിസ് PCയിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ മൈ കമ്പ്യൂട്ടറിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് ദിസ് PCയുടെ ഉള്ളിലാണ്. അതിനുശേഷം അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സോർട്ട് ബൈ, അതാണ് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത്, വ്യൂവിൻ്റെ താഴെയായിട്ട് വരുന്നത്. അതിൽ നമുക്ക് ഒരുപാട് അതർ ഓപ്ഷൻസും കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ സോർട്ട് ബൈ നെയിം വരുന്നുണ്ട്, ടൈപ്പ് വരുന്നുണ്ട്, ടോട്ടൽ സൈസ് വരുന്നുണ്ട്, ഫ്രീ സ്പേസ് വരുന്നുണ്ട്, അസെൻഡിങ് വരുന്നുണ്ട്, ഡിസെൻഡിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മോർ ഓപ്ഷൻസ് എന്ന ഒരു കൂടുതൽ ഓപ്ഷൻസ് എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതിൽ. അപ്പോൾ ഇതിൽ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് മോർ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ടിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആ ഓപ്ഷനുകൾ ഏതൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മൂവ് അപ്പും അതുപോലെ തന്നെ മൂവ് ഡൗണും ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സോർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ദിസ് PCയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, മുകളിൽ സോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അതിൽ നിങ്ങൾക്ക് നെയിം, ടൈപ്പ്, ടോട്ടൽ സൈസ്, അതുപോലെ തന്നെ മോർ എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് കൂടി വന്നിട്ട് അഡീഷണൽ ആയിട്ട് ഓപ്ഷൻസ് കാണാവുന്നതാണ്.
ഇനി അതിൽ അസെൻഡിങ് ഉണ്ട്, ഡിസെൻഡിങ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അസെൻഡിങ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ആയിട്ട് സോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഗ്രൂപ്പ് ബൈയിൽ ടൈപ്പ് ഉണ്ട്, ടോട്ടൽ സൈസ്, ഫ്രീ സ്പേസ് ഉണ്ട്, ഫയൽ സിസ്റ്റം ഉണ്ട്, കമാൻഡ്സ് ഉണ്ട്, നെറ്റ്വർക്ക് ലൊക്കേഷൻ ഉണ്ട്, പേഴ്സൻറ്റ് ഫുൾ ഉണ്ട്, അതുപോലെ തന്നെ നൺ എന്ന ഓപ്ഷനും കൂടിയുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ ടൈപ്പ് വെച്ചിട്ടാണ് ഇതിനെ സോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ദിസ് പി സിയിലുള്ളത് ഡിവൈസ് ആൻഡ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ടൈപ്പ് വെച്ചിട്ടാണ് സോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സോർട്ടിങ്ങും അതുപോലെ തന്നെ വ്യൂവിൻ്റെ പലതരം ഓപ്ഷനുകൾ ഉപയോഗിക്കുവാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വ്യൂവും അതുപോലെ തന്നെ ഈ സോർട്ടിൻ്റെ പല ഓപ്ഷനുകളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോസ് 11 കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ ജോലികൾ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിനെ കൂടുതൽ അറേഞ്ച് ചെയ്യുവാനും അതുപോലെ നിങ്ങളുടെ ടൈം സേവ് ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ മുന്നേ റിഫ്രഷ് പറഞ്ഞതാണ്. റിഫ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിനെ ഒന്ന് റിഫ്രഷ് ആക്കുക എന്ന ഓപ്ഷനാണ്, അതിനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത് F5 എന്ന ഷോർട്ട് കട്ടാണ്, കീബോർഡ് ഷോർട്ട് കട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും സിസ്റ്റത്തിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്തു, പക്ഷേ ആ ചേഞ്ച് കറക്റ്റായിട്ട് റിഫ്ലക്റ്റായി സിസ്റ്റത്തിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റിഫ്രഷ് പറഞ്ഞുകൊണ്ട് ആ ചേഞ്ച് കറക്റ്റായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും സിസ്റ്റം. ഇപ്പോൾ ഞാൻ എൻ്റെ കീബോർഡിൽ F5 കീ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സിസ്റ്റത്തിനെ റിഫ്രഷ് ആക്കി എടുക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദിസ് പി സിയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഫയലിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിനെയോ നിങ്ങൾ റീനെയിം ചെയ്തു എന്ന് വിചാരിക്കും. പക്ഷേ റീനെയിം ചെയ്തത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് പറഞ്ഞിട്ട് റിഫ്രഷ് അല്ലെങ്കിൽ കീബോർഡിൽ F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ച് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഉള്ളത് കറക്റ്റായിട്ട് റിഫ്രഷായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി ഇപ്പോൾ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റിഫ്രഷ് ബട്ടൺ കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഷോ മോർ ഓപ്ഷൻ എന്ന് പറയുന്ന ലിസ്റ്റിൽ ലാസ്റ്റായിട്ട് വരുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നോർമൽ മെനുവിൽ വരികയും അവിടെ നിങ്ങൾക്ക് റിഫ്രഷ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ എന്തെങ്കിലും നിങ്ങൾ ആക്ഷൻ ചെയ്തത് ഇതിനെ കറക്റ്റായി പ്രോസസ്സ് ചെയ്തിട്ടില്ല എങ്കിൽ അത് റിഫ്രഷ് ആയിട്ടില്ല എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ റിഫ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പെൻഡിങ് ആയിട്ടുള്ള ഈ പ്രോസസ്സിനെ റൺ ചെയ്യുവാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ ഫോഴ്സ് ചെയ്യുകയും അതുപോലെ നിങ്ങൾ ചെയ്ത ആക്ഷൻ റിഫ്ലക്റ്റായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ റിഫ്രഷ് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ കുറച്ചൊന്ന് സ്പീഡായി എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ വിൻഡോസ് 11ൻ്റെയും MS ഓഫീസിൻ്റെയും കൂടുതൽ വീഡിയോകളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എല്ലാ അലർട്ടും എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഫാമിലിയുമായും മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം ശരത്.